ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. എന്താണ് എല്ലാവരുടെ വിശേഷമൊക്കെ? സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് സൂസൻ മാമിനെ കണ്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷായി. മാം ഇന്നലെ ലാൻഡ് ചെയ്തു അല്ലെ? അതെ, ഞങ്ങൾക്ക് ജസ്റ്റ് ക്ലാസ്സിൽ തിരിച്ചെത്തി. യെസ്, അതിന്റെ ഒരു കോൾഡൊക്കെ പിടിച്ച് ആകപ്പാടെ വല്ലാതിരിക്കുക. യാത്രയൊക്കെ കഴിഞ്ഞിട്ടല്ലേ? Okay. അപ്പോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റ് വേഗൽ ടോൺ എന്നുള്ളതായിരുന്നു അല്ലെ? അപ്പോ ഈ വേഗസ് നെർവ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? വേഗസ് നെർവ് അല്ലെങ്കിൽ വേഗൽ ടോൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? വേഗസ് കേട്ട് നെർവ് കേട്ടിട്ടുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി. വേഗസ് നെർവ് കേട്ടിട്ടുണ്ട്. അപ്പോ നമ്മുടെയൊക്കെ ശരീരത്തിൽ ഒരു മാജിക് ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നല്ലേ? നമുക്ക് എന്തെങ്കിലും ടെൻഷൻ വരുമ്പോ, എന്തെങ്കിലും സ്ട്രെസ് വരുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിയർ ഒക്കെ വരുമ്പോ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ മാറുന്നുണ്ടെങ്കിൽ എന്തൊരു സുഖമായിരുന്നല്ലേ? അപ്പൊ അതുപോലത്തെ ഒരു മാജിക് ബട്ടൺ ആണ് നമ്മളുടെ വേഗസ് നെർവ് എന്ന് പറയുന്നത്. നെർവ് എന്താന്ന് എല്ലാവർക്കും അറിയാലോ. നെർവ് നെർവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ എന്താണ് ഒരു വയറിങ്, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള, ബോഡിയുടെ ഉള്ളിലുള്ള ഒരു വയറിങ് സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം നെർവ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലേക്കും ഒക്കെ ഉള്ള ഒരു കണക്ഷൻ, ഒരു വയറിങ് ആണ് ഈ നെർവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ കൂടെയാണ് എന്താണ് മെസ്സേജുകളൊക്കെ ബ്രെയിനിലേക്കും അതുപോലെ ബാക്കി ബോഡി പാർട്സിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ ഇന്റേണൽ ഓർഗൻസിലേക്കും ബ്രെയിനിൽ നിന്ന് ഇന്റേണൽ ഓർഗൻസിലേക്കും ഒക്കെ ഈ പാസ് ചെയ്യുന്നത് ഈ ഒരു വേഗസ് നെർവിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് നെർവ്സുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടല്ലേ? അപ്പൊ ഇപ്പൊ നമ്മളൊരു എന്തെങ്കിലും ഒരു സാധനത്തിന്, വസ്തുവിനെ കാണുമ്പോൾ എന്താണ് നമ്മുടെ കണ്ണീന്ന് നേരെ ആ വസ്തുവിനെ കാണുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലേക്ക് എന്തോ മെസ്സേജ് പോകും അല്ലെ? ഈ മെസ്സേജ് പോണത് ഈ നെർവിൽ കൂടെയാണ്. മെസ്സേജ് പോയിട്ട് ബ്രെയിൻ അവിടെ നിന്നൊരു എന്താണ് റെസ്പോൺസ് കൊടുക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വസ്തുവിനെ ശരിക്കും കാണാൻ പറ്റണത്. അതെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ് അല്ലെ? നമ്മളൊരു വസ്തുവിനെ അപ്പൊ തന്നെ കാണുന്നുണ്ട്, പക്ഷെ അപ്പൊ തന്നെ ബ്രെയിനിലേക്ക് മെസ്സേജ് പോയിട്ട് ബ്രെയിൻ അത് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ എന്താണ് നമ്മളൊരു വസ്തുവിനെ കേൾക്കുന്നത്, എന്തെങ്കിലും കേൾക്കുന്നത്, ടച്ച് ചെയ്യുന്നത്, ഫീൽ ചെയ്യുന്നത് എല്ലാം എന്താണ് ഇതുപോലെ മെസ്സേജസുകൾ പാസ് ചെയ്തിട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെസ്സേജുകൾ ബ്രെയിനിലേക്കും ബ്രെയിനിൽ നിന്ന് തിരിച്ചും, അതുപോലെ ബ്രെയിനിൽ നിന്ന് ഓരോ ഓർഗൻസിലേക്കും, ഹാർട്ടിലേക്കും ബ്രെയിനിലേക്കും, ഹാർട്ടിലേക്കും കിഡ്നിയിലേക്കും അങ്ങനെയൊക്കെ ബ്രെയിനിൽ നിന്ന് ഇങ്ങനെ മെസ്സേജുകൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മെസ്സേജുകളൊക്കെ പാസ് ചെയ്യുന്ന വയറിംഗ് സിസ്റ്റം, ഒരു വയറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലെ നെർവ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ നെർവ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെർവാണ് ഈ വേഗസ് നെർവ് എന്ന് പറയുന്നത്. ഈ വേഗസ് നെർവ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് നെർവാണ് നമ്മളുടെ ബോഡിയിലത്തെ. അതേപോലെ തന്നെ നമുക്ക് ഇത് എന്ത് പറയാം, ഇതിനൊരു സൂപ്പർ ഹൈവേ ആണെന്ന് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രെയിനിൽ നിന്ന് ബാക്കിയുള്ള എല്ലാ ഇന്റേണൽ ഓർഗൻസിലേക്കും ഉള്ള ഒരു കണക്ഷൻ കണക്ഷൻ ഈ വയറിൽ കൂടിയാണ്, ഈ വേഗസ് നെർവിൽ കൂടിയാണ് വരുന്നത്. അപ്പോ അതേപോലെ തന്നെ ഈ വേഗസ് നെർവ് എന്ന് പറയുന്നത് നമ്മളുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ്. ഞാൻ ഇതിന്റെ സയൻസ് പറയുന്നുള്ളൂ കേട്ടാ, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ കാരണം കൊണ്ട്. അപ്പൊ നമുക്കിത് എന്താ സംഭവം എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നെർവസ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊട്ടാണ്, നമ്മുടെ ബ്രെയിൻ ഉണ്ടാവും അതില്, പിന്നെ നമ്മുടെ നെർവ്സുകൾ ഉണ്ടാവും, പിന്നെ എന്താണ് സ്പൈനൽ കോഡ് ഉണ്ടാവും, ന്യൂറോൺസ് ഉണ്ടാവും. ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഇതിനെയാണ് നെർവസ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. ഈ നെർവസ് സിസ്റ്റത്തിനെ തന്നെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അതിൽ ഈ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബോഡി മൈൻഡ് ഒക്കെ ഭയങ്കര റിലാക്സ്ഡ് സ്റ്റേജിൽ ആയിരിക്കുമ്പോഴാണ്. ആ ഒരു മോഡാണ് പാരാസിമ്പത്തറ്റിക് മോഡ് എന്ന് പറയുന്നത്. അതായത് ഒരു റിലാക്സ്ഡ്, കാം ആയിട്ടുള്ള, സ്ട്രെസ് ഒന്നും ഇല്ലാത്തുള്ള ആ ഒരു മോഡിനെയാണ് പാരാസിമ്പത്തറ്റിക് മോഡ് എന്ന് പറയുന്നത്. ഇനി സിമ്പത്തറ്റിക് മോഡ് എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് നമ്മൾ സ്ട്രെസ് ആയിട്ടിരിക്കുമ്പോ, ഫിയർ ആയിട്ടിരിക്കുമ്പോ ബോഡി ഹാർട്ട് ബീറ്റ്സ് ഒക്കെ കൂടിയിട്ടൊക്കെ ഇങ്ങനെ എന്താണ് ശ്വാസമൊക്കെ ഒരു ഇതിലല്ലാണ്ടൊക്കെ ഇരിക്കുന്ന ആ ഒരു സമയത്തുള്ള ഒരു
ഇതിനെയാണ് നമ്മൾ സിമ്പത്തറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ വേഗസ് നെർവ് എന്ന് പറയുന്നത് ഈ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ് വേഗസ് നെർവ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഈ വേഗസ് നെർവ് സ്റ്റിമുലേറ്റ് ആവുമ്പോഴാണ് ഈ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം മോഡ് ഓൺ ആവുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ വേഗസ് നെർവിനെ ഒരു റിമോട്ട് ആണെന്ന് പറയാം. നമ്മുടെ പാരാസിമ്പത്തറ്റിക് മോഡിനെ ആക്റ്റീവ് ആക്കാനായിട്ടുള്ള ഒരു റിമോട്ട് ആണെന്ന് നമുക്ക് പറയാം. എന്ത്, നമ്മളുടെ വേഗസ് നെർവ്. അപ്പൊ ഈ വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് നമുക്കൊരു പീസ്, ഒരു മൈൻഡ് ഒക്കെ കാം ആക്കിയിട്ട് ഇമോഷണലി, ഫിസിക്കലി, മെന്റലി ഒക്കെ നമുക്കൊരു റിലാക്സ്ഡ് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ടുള്ള ആ ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് നമ്മളുടെ വേഗസ് നെർവിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്താലായിട്ട് പറ്റും. പിന്നെ ഇതിലൊരു നമ്മുടെ ടോപ്പിക്കിന്റെ പേര് എന്തായിരുന്നു, സ്റ്റിമുലേറ്റ് വേഗൽ ടോൺ. അതായിരുന്നു. ഈ വേഗൽ ടോൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വേഗസ് നെർവ് അതിന്റെ ആക്റ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, നമുക്കൊരു ഹെൽത്തി വേഗൽ ടോൺ ഉണ്ടെന്ന് പറയും. മനസ്സിലായോ? അതാണ് ഈ വേഗൽ ടോൺ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ വേഗസ് നെർവ് ആക്റ്റീവ് ആണ്. വേഗസ് നെർവ് ആക്റ്റീവ് ആവുമ്പോഴാണ് നമ്മുടെ ബോഡി ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇരിക്കുന്നത്, അല്ലെ? സ്ട്രെസ് ഒന്നും ഇല്ലാണ്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇരിക്കുന്നത് വേഗസ് നെർവ് ആക്റ്റീവ് ആവുമ്പോഴാണ്. അപ്പൊ ഈ വേഗസ് നെർവ് ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമുക്കൊരു ഹെൽത്തി വേഗൽ ടോൺ ആണ് ഉള്ളതെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മളുടെ വേഗൽ ടോണ് ലോ ആണ്. കാരണം നമ്മൾ തന്നെ കുറെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളുടെ വേഗസ് നെർവ് ആക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം മോഡ് ഓൺ അല്ല. അതുകൊണ്ട് നമ്മുടെ ശരീരം മൈൻഡ് ആൻഡ് ബോഡി ഭയങ്കര സ്ട്രെസ് ആയിട്ട് ഇരിക്കും. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതിൽ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പൊ വേഗസ് നെർവ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മാജിക് ബട്ടൺ ആണെന്ന് നമുക്ക് പറയാം. ഈ വേഗസ് നെർവിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഹെൽത്തി വേഗൽ ടോൺ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ വേഗസ് നെർവ് സ്റ്റിമുലേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പാരാസിമ്പത്തറ്റിക് മോഡ് ഓൺ ആവും. അപ്പൊ നമ്മുടെ പാരാസിമ്പത്തറ്റിക് മോഡ് എന്ത് ചെയ്യും, നമ്മുടെ സ്ട്രെസ് ഹോർമോൺസിനൊക്കെ കുറയ്ക്കുന്ന ഒരു ഇതാണ്. സ്ട്രെസ് ഹോർമോൺസ് ആയിട്ടുള്ള കോർട്ടിസോൾ ഒക്കെ കുറച്ചിട്ട് നമ്മുടെ ശരീരത്തിന് ഒരു റിലാക്സ്ഡ് ആൻഡ് ആ ഒരു സ്റ്റേറ്റിൽ നിർത്തുന്നതാണ് പാരാസിമ്പത്തറ്റിക് മോഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് സ്കൂളുകളിലൊക്കെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇതിന്റെ ഒരു ഡിഫറൻസ് പഠിക്കുമ്പോ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട് കേട്ടോ. പാരാസിമ്പത്തറ്റിക്കും സിമ്പത്തറ്റിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോ, ഇപ്പൊ പെട്ടെന്ന് നമ്മളിങ്ങനെ നടന്നു പോണ സമയത്ത് ഒരു പട്ടി നമ്മൾ ഓടിപ്പിച്ചിടാൻ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പട്ടി ഓടിപ്പിച്ചിട്ട് നമ്മൾ ആകെ ടെൻഷനായിട്ട് ഓടും, അല്ലെ? അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കും. അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് ഒക്കെ കൂടും, അതുപോലെ ബോഡിയൊക്കെ ഭയങ്കര ടൈറ്റ് ആവും, അതുപോലെ നമ്മളുടെ ബ്രീത്തിങ് ഒക്കെ ഭയങ്കര വേഗത്തിലാവും. അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ തൊണ്ടയൊക്കെ ഡ്രൈ ആവും, കണ്ണൊക്കെ ഇങ്ങനെ ആകെ തുറിക്കും, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ അവിടെ ഈ സിമ്പത്തറ്റിക് മോഡാണ്, നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു റിലാക്സ്ഡ് ആവുമ്പോഴത്തെ പാരാസിമ്പത്തറ്റിക് ആവും. അതെ. അപ്പൊ ഈ പാരാസിമ്പത്തറ്റിക് എന്ന് പറയുന്നത് അതിനെ നമ്മൾ എപ്പോഴും ആ മോഡ് നമ്മൾ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടെൻഷൻസും സ്ട്രെസ് ഒക്കെ കുറച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ആക്കണം. അതായത് വേഗൽ ടോണ് ഹെൽത്തി ആക്കണം. അപ്പൊ ഈ വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ആക്കാനുള്ള കുറച്ച് ഒരു ടെക്നിക്കുകളാണ് പറയാൻ പോകുന്നത്. നമുക്ക് അറിയുന്നതൊക്കെ തന്നെയാണ്, നമ്മൾ പലരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടാ. അതിൽ ഫസ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ആക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് സ്റ്റിമുലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് പറയുന്നത് കോൾഡ് എക്സ്പോഷർ. കോൾഡ് എക്സ്പോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്ത ഐസ് ഉണ്ടല്ലോ, ഐസിനായിട്ടൊക്കെയുള്ള തണുത്ത ഇതിനായിട്ട് നമ്മൾ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുന്നത് നമ്മളുടെ വേഗസ് നെർവിനെ ഇൻസ്റ്റന്റ്ലി സ്റ്റിമുലേറ്റ് ആക്കാനായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. കോൾഡ് എക്സ്പോഷർ എന്ന് പറയുമ്പോൾ ഐസ് ഇട്ട വെള്ളത്തിൽ നമ്മൾ മുഖം കഴുകാം. നല്ല തണുത്ത ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഫേസ് കഴുകുക, അല്ലെങ്കിൽ കയ്യിൽ ഐസ് ക്യൂബ്സ് പിടിക്കുക. തണുത്ത വെള്ളത്തിൽ, നല്ല തണുപ്പുള്ള വെള്ളത്തിൽ നമ്മൾ കുളിക്കുക, ബാത്ത് ചെയ്യുക.
അതേപോലെ തന്നെ ഇപ്പൊ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ പുറത്തിറങ്ങി നടക്കുക, ഇതൊക്കെ എന്താണ് നമ്മുടെ വേഗസ് നെർവിനെ ഇംപ്രൂവ് ആക്കാനായിട്ടുള്ള, ഈ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ വേഗൽ ടോൺ ഹെൽത്തി ആക്കാനായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പൊ സ്റ്റെഫി മാമിന്റെ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, മാം അതിൽ നമുക്കൊരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഐസ് ഇട്ടിട്ട് അതുകൊണ്ട് അപ്പൊ നമുക്ക് മാക്സിമം എത്ര തണുപ്പ് പറ്റുമോ അത്രയും തണുപ്പ് എടുത്തിട്ട് നമ്മളോട് ഫേസ് കഴുകാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ആരെങ്കിലും അത് സ്റ്റെഫി മാമിന്റെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഞാനുണ്ട്. ബോബി മാമിന്റെ ഇല്ലേ? നമുക്ക് അങ്ങനെ ഒരു ടാസ്ക് ഇല്ലേ അതില്? അതെ അതെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നതേ, അത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചിരുന്നത്, അതായത് നമ്മളിങ്ങനെ കാണാം ബ്യൂട്ടി പാർലറിലൊക്കെ കാണാം, എന്താണ് ഐസ് ക്യൂബ് ഇട്ടിട്ട് ഫസ്റ്റ് ഇങ്ങനെ ഫേഷ്യലൊക്കെ ചെയ്യാനൊക്കെ പോവില്ല. അപ്പൊ ഇങ്ങനെ കാണാം, ആദ്യം ഐസ് ക്യൂബ് ഇട്ട വെള്ളം കൊണ്ട് മുഖം കഴുകും, അല്ലെങ്കിൽ ഐസ് ക്യൂബ് കൊണ്ട് തന്നെ മുഖത്ത് ഇങ്ങനെ റബ്ബ് ചെയ്യും. അപ്പൊ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫേസിലുള്ള പോർസ് ഒക്കെ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ്. പോർസ് ഒക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് അതിന്റെ ഉള്ളിലേക്ക് സ്കിന്നിലേക്ക് അത് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ പറയാ, സ്റ്റെഫി മാം ഈ ഒരു ഇത് തന്നപ്പോ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ബ്യൂട്ടി ടിപ്പായിരിക്കും ഞാൻ ആദ്യം വിചാരിച്ചു. എന്താണ് ഫേസ് കഴുകാന്നുള്ളത്, ഐസ് ക്യൂബ് ഒക്കെ ഇട്ട് ഫേസ് കഴുകാന്നുള്ളത്. അത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സംഭവം ഇതാണ്, സ്റ്റെഫി മാം നമുക്ക് തരുന്ന മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മൈൻഡ് ബോഡി എന്താണ് പീസ്ഫുൾ ആയിട്ട് ഇരിക്കാനായിട്ടുള്ളതാണ്, സ്ട്രെസ് ഒക്കെ കുറച്ചിട്ട് റിലാക്സ്ഡ് ആൻഡ് കാം സ്റ്റേറ്റിലേക്ക് ആവാനാണ് നമുക്ക് മെഡിറ്റേഷന്റെ പ്രാക്ടീസുകളും സംഭവങ്ങളൊക്കെ തരുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൾഡ് എക്സ്പോഷർ വരുമ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ്ലി നമ്മളുടെ വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ആക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതാണ് പറയുന്നത്, ഐസ് ഇട്ടിട്ടുള്ള വാട്ടർ കൊണ്ട് മുഖം കഴുകുക, അല്ലെങ്കിൽ ചില ആളുകളൊക്കെ കാണാം ഐസ് ഇട്ടിട്ട് ബാത്ത് ചെയ്യും, കുളിക്കുന്ന വെള്ളത്തിലൊക്കെ ഐസ് ഒക്കെ ഇട്ടിട്ട് തണുത്ത വെള്ളത്തിലൊക്കെ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ചെയ്യുന്നവര്? ഓക്കെ, അപ്പൊ അത് ഒരു മെത്തേഡാണ്. ഫവാസ് സാറ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ വേഗസ് നെർവിനെ ഇംപ്രൂവ് ആക്കാനായിട്ടുള്ള, ആക്റ്റീവ് ആക്കാനുള്ള ഒരു ടെക്നിക്കാണ്. ഇനി അടുത്ത ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് സിങ്കിങ് ആൻഡ് ചാൻഡിങ്. സിങ്കിങ് ആൻഡ് ചാൻഡിങ് നമ്മുടെ വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ആക്കാനായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. സിങ്കിങ് എന്ന് പറയുന്നത് അതെന്തുകൊണ്ട് അങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മുടെ തൊണ്ടയിലുള്ള ത്രോട്ടിൽ നിന്ന് ഈ വേഗസ് നെർവിലേക്ക് കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ത്രോട്ട് നന്നായിട്ട് ഒരു ഇതാവുന്ന സമയത്ത് ഈ വേഗൽ നെർവ് സ്റ്റിമുലേറ്റ് ആവുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ സിംഗിങ്, നമ്മ പാട്ട് പാടുന്ന സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് പാട്ട് പാടുന്ന സമയത്ത് ഈ വേഗൽ നെർവ് സ്റ്റിമുലേറ്റ് ആവുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ചാൻഡിങ് എന്ന് പറയുന്നത് എന്താണ്? ഈ ചാൻഡിങ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരേ വേർഡ് തന്നെ അല്ലെങ്കിൽ ഒരേ ഫ്രേസ് തന്നെ നമ്മൾ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഒരു താളത്തിൽ ഒരു റെത്തമെറ്റിക് ആയിട്ട് നമ്മൾ പറയുന്നതിനെയാണ് നമ്മൾ ചാൻഡിങ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നതും എന്താണ് വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ആക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പലരും ചെയ്യുമല്ലേ, നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള കുറെ നമ്മളുടെ ഫ്രേസുകളൊക്കെ ഉണ്ടല്ലേ. ഇപ്പോ ഞങ്ങൾക്കാണെങ്കിൽ ദിക്കറ് ചൊല്ലണത് നമ്മൾ എന്താണ് ഒരു താളത്തിൽ ഇങ്ങനെ ചൊല്ലും, കുട്ടികളെയും ചെറിയ തൊട്ട് ഇങ്ങനെ. പക്ഷെ സംഭവം ഒരു സുഖമാണ് അതങ്ങനെ ചൊല്ലുമ്പോ, ഉറക്കനെ ഇങ്ങനെ നമ്മൾ ചൊല്ലുമ്പോ. അതുപോലെ തന്നെ നമുക്ക് അമ്പലത്തിൽ നിന്നൊക്കെ കേൾക്കാം ഈ ഒരേ ഒരു ഫ്രേസ്, ഒരേ വേർഡ് തന്നെ ഇങ്ങനത്തെ താളത്തിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നമ്മളുടെ വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ആക്കാനായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അതുപോലെ തന്നെ പാട്ട് പാടുന്നത് വേഗസ് നെർവിനെ റിപ്പീറ്റ്. ചിലവർ പറയുന്നുണ്ട് ടെൻഷൻ വരുന്ന സമയത്ത് ഇങ്ങനെ പാട്ടൊക്കെ പാട്ട് പാടുമ്പോ ടെൻഷൻ കുറയുന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. ഞാൻ പാട്ട് പാടാറില്ല, പാട്ട് കേൾക്കും. എന്തെങ്കിലും ഒരു മൈൻഡിനൊരു സുഖം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു പാട്ടൊക്കെ ഇരുന്ന് കേൾക്കണ്ട, അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ഇത് എന്താണ് നമ്മുടെ വേഗസ് നെർവിനെ, സിങ്കിങ് ആൻഡ് ചാൻഡിങ് വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ആക്കാനായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇനി മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഡീപ്പ് ബ്രീത്തിങ് ആണ്. ഡീപ്പ് ബ്രീത്തിങ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന സാധനം തന്നെയാണ് അല്ലെ. നമ്മളിപ്പോ മെഡിറ്റേഷൻ നമ്മൾ ചെയ്തു, അതിലെന്താണ് നമ്മൾ ഡീപ്പ് ബ്രീത്ത് ആണ് ചെയ്തത് അല്ലെ. ശ്വാസം എന്താണ്
ഉള്ളിലേക്ക് മാക്സിമം നമ്മൾ എടുക്കുന്നത്. അതാണ് ഡീപ് ബ്രീത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലങ്സിന് താഴെയായിട്ട് ഉള്ള ഡയഫ്രം എന്ന് പറഞ്ഞിട്ടൊരു പാർട്ട് ഉണ്ട്, അത് സ്റ്റിമുലേറ്റ് ആവും. ഡയഫ്രം സ്റ്റിമുലേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേഗസ് നെർവിനായിട്ടുള്ള ഒരു കണക്ഷൻ ആണെന്ന് പറയുന്നത്. അപ്പൊ ഈ വേഗസ് നെർവ് സ്റ്റിമുലേറ്റ് ആവും. അങ്ങനെ നമ്മളുടെ പാരാസിമ്പത്തറ്റിക് മോഡ് ഓൺ ആവും. പാരാസിമ്പത്തറ്റിക് മോഡ് ഓൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ഹോർമോൺസിനെ കുറച്ചിട്ട് നമ്മുടെ മൈൻഡിനെ കാമാക്കി വെക്കും. അപ്പൊ നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുന്നത്, നമ്മളിപ്പോ രാവിലെ ചെയ്ത പോലത്തെ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി കാമാക്കും. അത് സംഭവം ഇതാണ്, വേഗസ് നെർവ് ആണ് അവിടെ സ്റ്റിമുലേറ്റ് ആവുന്നത്. വേഗസ് നെർവ് സ്റ്റിമുലേറ്റ് ആവുമ്പോൾ നമ്മളുടെ പാരാസിമ്പത്തറ്റിക് മോഡ് ഓൺ ആവും. അപ്പൊ സ്ട്രെസ് ഹോർമോൺ കുറയും. അങ്ങനെ നമുക്ക് മൈൻഡ് ബോഡി ഒരു റിലാക്സ്ഡ് ആക്കിയിട്ട് വെക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതൊരു മെത്തേഡ്, ഡീപ് ബ്രീത്ത് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്. പിന്നെ അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് മസാജ് ചെയ്യുന്നത് വേഗസ് നെർവിനെ ഇംപ്രൂവ് ആക്കാനായിട്ട് സാധിക്കും. അത് പ്രത്യേകമായിട്ട് പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് ചില സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മുടെ ചെവിയുടെ താഴെ കഴുത്തിന്റെ ഭാഗത്തായിട്ട് മസാജ് ചെയ്യുന്നത് ഡയറക്ട്ലി നമ്മുടെ വേഗസ് നെർവ് സ്റ്റിമുലേറ്റ് ആവുമെന്നാണ് പറയുന്നത്. അതായത് ചെവിയുടെ താഴെയായിട്ട് കഴുത്തിന്റെ ഭാഗത്ത് മസാജ് ചെയ്യുന്നത് ഡയറക്ട്ലി നമ്മുടെ വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ആക്കാനുള്ള ഒരു ടെക്നിക്കാണെന്ന് പറയുന്നത്. അപ്പൊ 4ാമത്തെ ടെക്നിക്ക് അതാണ്, മസാജ് എന്ന് പറയുന്നത്. ഇനി 5ാമത്തത് മെഡിറ്റേഷൻ മീൻസ് നമ്മളൊരു മൈൻഡ് ഒരു കാര്യത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ ഒരു രീതിയിലുള്ള മെഡിറ്റേഷൻ നമ്മുടെ വേഗസ് നെർവിനെ ഇംപ്രൂവ് ആക്കും. ഇപ്പൊ നമ്മള് ഡീപ് ബ്രീത്ത് ഒക്കെ എടുത്ത് നമ്മുടെ ശ്വാസത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ശ്വാസം ഇങ്ങനെ മൂക്കിക്കൂടെ ഉള്ളിലേക്ക് പോണത്, അത് കഴിഞ്ഞിട്ട് ശ്വാസം ഇങ്ങനെ മൂക്കിക്കൂടെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്, അതിങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മളൊരു കാം മോഡിലേക്ക് വരും അല്ലേ. അപ്പൊ നമ്മുടെ കോർട്ടിസോൾ ഒക്കെ കുറയും, നമ്മളുടെ വേഗസ് നെർവ് ഓട്ടോമാറ്റിക്കലി ആക്റ്റീവ് ആവും. നമ്മുടെ തോട്ടുകൾ കുറയണം. നമ്മൾ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ തോട്ടുകൾ കുറയണം അല്ലെ. ഇപ്പൊ നമ്മൾ ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ചിന്തകൾ കുറയും. അപ്പൊ നമ്മുടെ കോർട്ടിസോൾ കുറയും. അങ്ങനെ നമ്മുടെ വേഗസ് നെർവ് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഇതാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. പിന്നെ അടുത്തത് അതാണ് 5ാമത്തെ. ഇനി അടുത്തത് 6ാമത്തെ എന്ന് പറയുന്നത് ഇൻടേക്ക് ഓഫ് പ്രോബയോട്ടിക്. അതായത് പ്രോബയോട്ടിക് ഇതൊരു റിസർച്ച് പ്രൂവ് ചെയ്തിട്ടുള്ള സംഭവം. ഞാൻ ഇത് കുറെ ഇതിനെ പറ്റിയിട്ട് പഠിച്ചിരുന്നുണ്ട്. അപ്പൊ ഇത് റിസർച്ച് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പ്രോബയോട്ടിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് നമ്മൾക്ക് വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ആക്കാനും നമ്മുടെ മൈൻഡിനെ കാമാക്കാനും റിലാക്സ് ആക്കി വെക്കാനായിട്ടും സഹായിക്കുന്നതാണ്. അത് എന്താണ് ഈ പ്രോബയോട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാല് തൈര്, നമ്മുടെ വീട്ടിലേക്കുള്ള തൈര് കഴിക്കുന്നത്, അതുപോലെ തന്നെ പുളി വരുന്ന ഭക്ഷണങ്ങളിൽ ഇപ്പൊ നമ്മള് പുളിപ്പിച്ച് കഴിക്കുന്ന ഇഡ്ഡലി, ദോശ, അപ്പം, അതേപോലെ തന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നത് വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ആക്കുന്ന പറയുന്നത്. തൈര്, ഇഡ്ഡലി, ദോശ, അപ്പം, അങ്ങനെ പുളിപ്പിച്ച് കഴിക്കുന്ന അപ്പങ്ങളൊക്കെ അതുപോലെ തന്നെ ഗ്രീൻ പീസ്, പിന്നെ പനീർ, ഇതൊക്കെ പ്രോബയോട്ടിക് ആയിട്ടുള്ള ഫുഡുകളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ എന്റെ വീട്ടിൽ ഇന്ന് അപ്പം ഗ്രീൻ പീസ് കറിയാണ്. അപ്പൊ എന്തായാലും വേഗസ് നെർവ് സ്റ്റിമുലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ആക്കാനായിട്ട് ഇൻടേക്ക് ഓഫ് പ്രോബയോട്ടിക് വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ആക്കും. പിന്നെ അടുത്തത് പറയുന്നത് ബീയിങ് സോഷ്യലൈസ്ഡ് ആൻഡ് ലോഫിംഗ്. ഇത് നമുക്ക് അറിയാലോ, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ബീയിങ് സോഷ്യലൈസ്ഡ് ആൻഡ് ലോഫിംഗ്. അതായത് ഒറ്റയ്ക്ക് ഇരിക്കാണ്ട് നമ്മൾ സോഷ്യലൈസ്ഡ് ആയിട്ടിരിക്കുക, നല്ല നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള നമുക്ക് ഒരു സന്തോഷം തരുന്ന ആളുകളുമായിട്ട് നമ്മൾ സമ്പർക്കം പുലർത്തുക. അതുപോലെ സോഷ്യലൈസ്ഡ് ആവാം. കൂടുതൽ നമ്മൾ ആളുകളിലേക്കൊക്കെ ഇറങ്ങി ചെന്നിട്ട് സോഷ്യലൈസ്. ഒറ്റയ്ക്ക് ഇങ്ങനെ ചില ആളുകളുണ്ടല്ലോ, ഒറ്റയ്ക്ക് ആരോടും സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ട് ഇരിക്കുന്നവരുണ്ടാവും. അപ്പൊ നമ്മൾ കൂടുതൽ സോഷ്യലൈസ്ഡ് ആവുന്നതും കൂടുതൽ ചിരിക്കുന്നതും നമ്മളുടെ വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ആക്കുക, വേഗൽ ടോൺ ഇംപ്രൂവ് ആക്കാനായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ബീയിങ് സോഷ്യലൈസ്ഡ് ആൻഡ് ലോഫിംഗ്. പിന്നെ അടുത്തത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻടേക്ക് ഓഫ് ഒമേഗ 3 അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്. ഒമേഗ 3 എന്ന് പറയുന്നത് ഫിഷില്,
അതുപോലെ ഏതൊക്കെയാണ് omega-3 അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ആർക്കെങ്കിലും അറിയോ? omega-3 ഫ്ലാക്സ് സീഡ്സിനകത്തുണ്ട്. അതെ അതെ അതെ, ഫ്ലാക്സീഡിനകത്തുണ്ട്. പിന്നെ മത്തിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതെ അതെ, മത്തിയിൽ നന്നായിട്ട് ഒമേഗ ഇതുണ്ട്. പിന്നെ നമ്മൾ അതിന്റെ ടാബ്ലറ്റ് മേടിക്കും അല്ലെ, നമ്മള് മീൻ ഗുളിക എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടല്ലോ, അത് omega-3 ആണ്. പിന്നെ അതിന്റെ വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഇതുപോലെ ഫിഷിലാണ് കൂടുതലായിട്ട് omega-3 ഉള്ളത്. പിന്നെ മാം പറഞ്ഞ പോലെ തന്നെ ഫ്ലാക്സ് സീഡ്, വാൾനട്ടിലൊക്കെ എന്താണ് omega-3 നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതും എന്താണ് ഇൻടേക്ക് ഓഫ് omega-3 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും, അതുപോലെ പ്രോബയോട്ടിക് ആയിട്ടുള്ള കോൾഡ് ലിവർ ഓയിൽ, അതെ അതെ, അതില് omega-3 അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളുടെ വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ആക്കാനായിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ അടുത്തത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്നത് നമ്മളുടെ വേഗസ് നെർവ് സ്റ്റിമുലേറ്റ് ആക്കി എപ്പോഴും അത് ആ ഒരു ടോണിൽ നമുക്ക് നിൽക്കാനായിട്ട് സഹായിക്കും. അപ്പൊ നമ്മൾ ഇപ്പോ വല്ലപ്പോഴും ചെയ്ത് കഴിഞ്ഞാലല്ല പറയുന്നത്, റെഗുലർ എക്സസൈസ് ചെയ്യുന്നത് എന്താണ് നമ്മളുടെ വേഗസ് നെർവിനെ ആ ഒരു നമ്മളുടെ വേഗൽ ടോൺ ഹെൽത്തി ആക്കിയിട്ട് ഇരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പൊ നമ്മൾക്ക് അറിയാലോ എക്സസൈസ് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ. പിന്നെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്, നമ്മുടെ ബ്രെയിനിന് നല്ലതാണ് അല്ലെ, മൊത്തത്തിൽ നമുക്ക് ഭയങ്കര നല്ലതാണ്. അപ്പൊ ഇത് ആണ്, അതായത് എക്സസൈസ്, അതാണ് ഇങ്ങനെ സ്ട്രെസ് ഇതൊക്കെ വരുന്നവര്, ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരുന്നവർക്ക് സജസ്റ്റ് ചെയ്യൂല്ലേ, സൈക്കോളജിസ്റ്റുകളൊക്കെ സജസ്റ്റ് ചെയ്യും എക്സസൈസ് സ്ഥിരമായിട്ട് ചെയ്യണം, അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കൊടുക്കും എന്തായാലും എക്സസൈസ് ചെയ്യാനായിട്ട്. അപ്പൊ എന്താണ് റെഗുലർ എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ആക്കിയിട്ട് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അടുത്തത് പറയുന്നത് ഫാസ്റ്റിംഗ്, അതായത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത് വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ആണ്. അതായത് ചിലപ്പോഴൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാണ്ട് ഇരിക്കുക, അപ്പൊ ഏതെങ്കിലും ഒരു നേരം ഒക്കെ അടുത്ത് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നതും ഒക്കെ നമ്മളുടെ വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ആക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പൊ ഒരു 10 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ. നമ്മൾ കുറെ പേരൊക്കെ ചെയ്യണത് തന്നെ ആയിരിക്കും അല്ലെ ഇതില്, അല്ലെ? ചെയ്യാറുണ്ടോ ഇതിൽ? ഏതൊക്കെയാണ് സൂസൻ മാം, ഏതൊക്കെ ചെയ്യാറുണ്ടോ ഇതില്? ഉണ്ട്, ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഈ തണുത്ത വെള്ളം മുഖം കഴുകുന്നത് അത് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ പാട്ട് പാടുന്നത് കാര്യം പറഞ്ഞില്ലേ. പിന്നെ പ്രോബയോട്ടിക്കിന്റെ ഒക്കെ നമ്മൾ റെഗുലറായിട്ട് കഴിക്കുന്നതാണെങ്കിൽ ഇതിന്റെ ഒരു തിയറി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ സയന്റിഫിക് കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ്. പല കാര്യങ്ങളും നമ്മള് ഈ റെഗുലർ എക്സസൈസ്, റെഗുലർ എക്സസൈസ്, അത് വലിയ ഹെവി എക്സസൈസ് അല്ല, നടക്കാൻ പോകുന്നതാണെങ്കിൽ തന്നെ ഇറ്റ് റിയലി പുട്സ് യു ഇൻ എ ഗുഡ് മൂഡ്. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ കോൾഡ് എക്സ്പോഷർ, സിങ്കിങ് ആൻഡ് ചാൻഡിങ്, ഡീപ് ബ്രീത്തിങ്, പിന്നെ മസാജ് ചെയ്യുന്നത്, മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്, ഇൻടേക്ക് ഓഫ് പ്രോബയോട്ടിക്, ബീങ് സോഷ്യലൈസ്. സ്വിമ്മിങ് ചെയ്യാറുണ്ട്, നിതീഷ് സാറ് കമന്റ് ചെയ്യുന്നുണ്ട്. സ്വിമ്മിങ്. ഫാസ്റ്റിംഗ് ചെയ്യുന്നത്, ഇൻടേക്ക് ഓഫ് omega-3, റെഗുലർ എക്സസൈസ്. ഇത്രയാണ് ഈ ഒരു 10 നമ്മൾക്ക്. നമ്മുടെ ഇത് വേറെയും കാര്യങ്ങൾ ഉണ്ടായിരിക്കും വേഗസ് നെർവിന. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് മറ്റേ ഗാർഗിളിങ് ചെയ്യൂലേ, നമ്മ തൊണ്ടയില് ഗാർഗിളിങ് ചെയ്യുന്നത് വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ആക്കുക. അതൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് വേഗസ് നെർവിനെ ഡയറക്ട്ലി സ്റ്റിമുലേറ്റ് ആക്കുന്നതാണ് പറയുന്നത്. അത് നമ്മള് ചെയ്യണത് മറ്റേ ത്രോട്ട് ഇതൊക്കെ വരുമ്പോഴായിരിക്കും അതൊക്കെ ചെയ്യുക അല്ലെ. അപ്പൊ കാരണം നമ്മുടെ ത്രോട്ടിൽ നിന്ന് അങ്ങോട്ട് വേഗസ് നെർവിലേക്കുള്ള ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത് വേഗസ് നെർവിനെ ഡയറക്ട്ലി സ്റ്റിമുലേറ്റ് ആക്കുന്നു പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ്. ഒരു ചെറിയ കാര്യം മാം, ഈ നമ്മളുടെ വെള്ളച്ചോറില്ലേ, തലേ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ചോറ്, അതിലെ വെള്ളം ഒഴിച്ചിട്ട് രാവിലെ ഉപ്പ്, ചെറിയ ഉള്ളി, പച്ചമുളക് ഇട്ട് കഴിച്ചാല് അത് വളരെ വളരെ ഹെൽത്തി ആയിട്ട് ഒരു ഡിഷ്. അതിപ്പോ ഒരുപാട് ഹോട്ടൽസ് തന്നെ വളരെ കോസ്റ്റ്ലി ആണ്. അതിൽ പ്രോബയോട്ടിക് ഒരുപാടുണ്ട്. ഇത് ആയുർവേദിക് ട്രീറ്റ്മെന്റിലും നമ്മുടെ അടുത്ത് വെള്ളച്ചോറ്
നല്ലോണം കഴിക്കാൻ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളുടെ ഈ ഒരു ജനറേഷൻ ഒക്കെ അതിനൊരു പൂർ മാൻസ് ഫുഡ് എന്നുള്ള രീതിയിലുള്ള തോട്ട് പ്രോസസ് ഉണ്ട്. അത് നമ്മുടെ ഇടയിൽ മാറി വരണം. നമുക്ക് ലേഡീസിനും അത് വളരെ ഹെൽപ്ഫുൾ ആണ്. ബ്രേക്ക്ഫാസ്റ്റോ തലേ ദിവസം തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫുഡ് വിച്ച് ഇസ് ഹാവിംഗ് ലോട്ട് ഓഫ് പ്രോബയോട്ടിക്സ്. ഒരുപാട് റിസർച്ച് ഇതിന്റെ മീതെ നടന്നിട്ടുണ്ട് മാം. ഇതും പിന്നെ രണ്ടാമത്തേത് മാം പറഞ്ഞ മാതിരി ഇഡ്ലി ഈസ് ഹാവിംഗ് ലോട്ട് ഓഫ് പ്രോബയോട്ടിക് എഫക്ട് ഓൺ ബോഡി. താങ്ക് യു മാം. അതെ അതെ, നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ പഴഞ്ചോറ് എന്നൊക്കെ പറയാറില്ല. പണ്ടൊക്കെ ഉള്ള ഉമ്മമാരൊക്കെ പറയുന്നുണ്ട് പഴഞ്ചോറ് തിന്നിട്ടാണ് ഞങ്ങള് ഇതാക്കിയിരുന്നത്. തലേദിവസം വെള്ളത്തിലിട്ടിട്ടല്ലേ, വെള്ളത്തിലിട്ടൊക്കെയല്ലേ? അതെ മാം, അതെ. നൈറ്റ് തന്നെ അത് ആഫ്റ്റർ നമ്മുടെ ഫുഡ് ഈവനിങ് നമ്മുടെ ഫുഡ് റൈസ് കഴിച്ച ശേഷം അത് വെള്ളം ഒഴിച്ചു വെക്കുക. എനിക്ക് അറിയാത്ത ഒരു കാര്യമായിരുന്നു. ഇവിടെ ഹസ്ബൻഡ് ഫാമിലി ആയുർവേദിക് ഫാമിലി ആയതുകൊണ്ട് അവര് മിക്കവാറും ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരുന്നു. ഇപ്പൊ അതിന്റെ റിയലി ഇമ്പോർട്ടൻസ് സൊസൈറ്റിയിൽ മനസ്സിലാക്കുന്നുണ്ട്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ട് അതിനെ കുറിച്ചിട്ട്. സോ നമുക്കും നമ്മുടെ കുട്ടികൾക്കും ഹെൽത്തി ആയിട്ടൊരു ഫുഡ് എന്നുള്ളത് അമ്മമാരത് മനസ്സിലാക്കണം. ഇത് ഹാബിറ്റ് ഫോം ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. യെസ് മാം. എക്സ്ക്യൂസ് മീ, ഇത് കുക്ക് ചെയ്യാതാണോ കഴിക്കണ്ടേ? അല്ല, നമ്മള് തലേ ദിവസമൊക്കെ വെക്കണ ചോറുണ്ടല്ലോ, അത് ഇവിടെ പണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ചോറ് ഇങ്ങനെ വെള്ളത്തിൽ പഴഞ്ചോറ് എന്ന് പറയും. ഞങ്ങളുടെ ഇവിടെ പഴഞ്ചോറ് എന്നൊക്കെ പറയാറുണ്ട്. ബാക്കി വന്ന ചോറ്, തലേ ദിവസം ബാക്കി വന്ന ചോറ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് പിറ്റേ ദിവസം ഈ പറഞ്ഞ പോലെ സെറ്റാക്കി വെക്കുക. ഹോട്ടലിൽ വരെ ഇപ്പൊ ഡിമാൻഡാണ്. ഇപ്പൊ എല്ലാം പഴഞ്ചനാണല്ലോ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ചന്ദ്ര മാം എന്തായിരുന്നു പറഞ്ഞത്? ഗ്രീൻ ചില്ലി, പിന്നെ ഗ്രീൻ ചില്ലി, ചെറിയ ഉള്ളി മാം, ചെറിയ ഉള്ളി, പിന്നെ തൈര്, നല്ല തൈര്, ഫ്രഷ് തൈര്, ഇതെല്ലാം ഹെൽത്തി ഫുഡായിട്ട് നമുക്ക് വളരെ ഹെൽത്തി, ടേസ്റ്റി ആണ് മാം. വളരെ ടേസ്റ്റി. നമ്മൾ നല്ല രീതിയിൽ അത് ചെയ്താൽ ഫുഡ് ഒരുപാട് ചോറ് ഒരുപാട് പഴകാൻ പാടില്ല. ഒരു നമ്മൾ ഫുഡ് ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ച ശേഷം ഒരു ഈവനിങ് ആകുമ്പോൾ വെള്ളം ഒഴിച്ച് വെക്കുക. ഈക്വൽ ചോറിന്റെ അത്ര വെള്ളം വേണം, മുങ്ങിയിരിക്കണം. പിന്നെ അതിന്റെ മീതെ തൈരൊക്കെ രാവിലെ ഒഴിച്ചാൽ മതി. തൈര്, ഉള്ളി, ചെറിയ ഉള്ളിയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളത്. സോൾട്ട് ലിമിറ്റഡ് ആയിട്ട്. ഇപ്പൊ BP എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് സജന മാമിന്റെ ടോപ്പിക് വന്നിട്ട് വളരെ ഹെൽത്ത് റിലേറ്റഡും സയന്റിഫിക് ആയിട്ട് ഒരു കാര്യമാണ്. ടെക്നിക്കലി ഒരുപാട് നോളജ്. ഹാറ്റ്സ് ഓഫ് ടു യു ഇന്നത്തെ ടോപ്പിക് എടുക്കുമ്പോൾ. കൊച്ചിയില് ബിരിയാണിയേക്കാൾ റേറ്റ് ആട്ടാ ഈ പഴഞ്ചോറിന്. അൻസാർ സർ, ശരിയാണ്. ഇവിടെ ചില ഹോട്ടലുണ്ട് പഴഞ്ചോറ് ഭയങ്കര ഇതാണ്, കിട്ടാൻ റയറാണ്, ഭയങ്കര പൈസ ഉണ്ട്. മൺചട്ടിയില വെക്കുന്നു സർ. മൺചട്ടിയില വെച്ചിട്ട് വെക്കുമ്പോഴാണ് അതിന്റെ റിയൽ ഇഫക്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. ദോ ഇറ്റ് ഈസ് പണ്ടത്തെ ആൾക്കാർ എങ്ങനെ ചെയ്തു എന്ന് തന്നെ വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് ഇപ്പൊ നമ്മളുടെ ജനറേഷൻ. നിങ്ങളുടെ ജനറേഷൻ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണത്. എന്തായാലും താങ്ക് യു ചന്ദ്രമാൻ പറഞ്ഞ വലിയൊരു ഇൻഫർമേഷൻ ഇവിടെ പറഞ്ഞത്. അപ്പൊ പഴഞ്ചോറിന്റെ ഒരു ഇത് പറയുന്നത്. താങ്ക് യു ചന്ദ്ര മാം. അത് വെരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. ഞാൻ ആക്ച്വലി കേട്ടിട്ടുണ്ട് പഴയ ചോറും തൈരും കഴിക്കുന്നത് തടിക്കാന് നല്ലതാണെന്ന്. പക്ഷെ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ആദ്യമായിട്ടാണ്. താങ്ക് യു സോ മച്ച് മാം. നമ്മള് പണ്ടത്തവരൊക്കെ പറയണ, ഉമ്മമാരൊക്കെ പറയണ കേട്ടിട്ടുണ്ട് കേട്ടാ. വല്യമ്മമാരൊക്കെ ഇതുപോലെ ഇങ്ങനെ തൈരും എടുത്തിട്ട് നല്ല ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. തലേ ദിവസം ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തൈരും പിന്നെ മറ്റേ മുളകും, മറ്റേ മുളകില്ലേ, സൂര്യൻ മുളകാ, അതൊക്കെ കൂടെ ഇങ്ങനെ തിരുമ്പി കാന്താരി മുളക് പൊട്ടിച്ച്, അതില്ലേ കാന്താരി മുളക് തിരുമ്പിട്ട് പണ്ടത്തെ ഫിലിമിലെല്ലാം കാണാം അങ്ങനെ. അതായത് പാവപ്പെട്ട ഫാമിലി ആകുമ്പോ പഴയ ചോറും കാന്താരി മുളകും എല്ലാം കടിച്ച് കഴിക്കുന്നത്. അതാണ് അതൊരു ഡെലിക്കസിയാണ്. ഇപ്പോഴത്തെ ജനറേഷന് അതെ അതെ. പണ്ട് ഈ പറഞ്ഞ പോലെ അറിഞ്ഞിട്ടല്ല, ഇതിന്റെ സൈനിക വശങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പണ്ടത്തെ കുറെ കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെ വരുന്നുണ്ട് ചെയ്യുന്നത്. നമ്മൾ അതിന്റെ സയൻസ് അറിഞ്ഞിട്ട് നമ്മ ഇപ്പൊ ഉള്ളവര് അതിലേക്ക് ഇങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചിലവരൊക്കെ അങ്ങനെ. അപ്പൊ അത് നല്ലതാണ്. അല്ല മാം, നമ്മളെ
ഇപ്പൊ ഫാസ്റ്റ് ഫുഡൊക്കെ നമ്മുടെ ഫുഡല്ലല്ലോ, നമ്മുടെ കുട്ടികൾ ഇത് പഠിച്ചില്ലേ. അപ്പൊ നമ്മുടെ ഫുഡ് നമ്മൾ കുട്ടികൾക്ക് എന്തുകൊണ്ട് കൊടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളത് മസ്റ്റാണ്. ഈ സംഭവം അതൊരു ചേഞ്ച് വരണം. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വരുമ്പോ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുണ്ട് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ. സോ മേ ബി ഇത് ആ ഒരു ട്രെൻഡ് പേരൻസ് അമ്മമാര് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മാറ്റം വരും എന്നാണ് തോന്നുന്നത്. അതെ അതെ, സോറി മാം, സോറി. അമ്മമാരാണ് ആദ്യം തന്നെ കഴിക്കേണ്ടതല്ലേ. അപ്പോ അത് പിന്നെ നമ്മള് ഒമേഗ 3 അതുപോലെ ഒമേഗ 3 ഫുഡ് കഴിക്കുന്നത്. ഫ്ലാക്സ് സീഡ് ഒക്കെ നമുക്ക് കഴിക്കാല്ലേ, അത് വെള്ളത്തിലിട്ടിട്ട് എങ്ങനെയാണ് ലിസ്ന മാമിന് അറിയോ? അത് ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ടല്ലേ കഴിക്കുക? ഫ്ലാക്സ് സീഡ് വെള്ളത്തിലിട്ട് കഴിക്കണ്ട, അത് അല്ല അതിന്റെ ഇത് പൊട്ടിച്ച് കഴിക്കുന്നല്ലേ. നമ്മള് വെള്ളത്തിലിട്ടാ കഴിക്കാറ്. ഫ്ലാക്സീഡ് എന്ന് പറയുന്ന ചെറിയ തലേന്ന് വെള്ളത്തിലിടും, വെള്ളത്തിൽ രാവിലെ കഴിക്കും. രാത്രി വെള്ളത്തിലിടും, രാവിലെ കഴിക്കും. ഫ്ലാക്സ് സീഡ് അല്ലേ സർ? അതുൽ സർ, നമുക്ക് ഈ ഇഡ്ലി പൊടിയൊക്കെ ഇല്ലേ, അതുമാതിരി ജസ്റ്റ് ചെറിയ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഉണക്കമുളകും ഉപ്പും ഇട്ടിട്ട് ഇഡ്ലി പൊടി പോലെ കഴിക്കുക. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും സർ. പിന്നെ ലഡു ഒക്കെ ഉണ്ടാക്കുമ്പോ അതെ അതെ വറുത്ത് പൊടിച്ച് വെച്ചിട്ട് നമ്മൾ പുട്ടുണ്ടാക്കുമ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും ഞാനത് റെഗുലർ ആയിട്ട് ചെയ്യാറുണ്ട്. ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഓരോ സ്പൂൺ ഇട്ടിട്ട് അത് വളരെ ഹെൽത്തിയാണ്, അങ്ങനെ ഉപയോഗിക്കാം. നമ്മൾ ഏതൊരു ഫുഡ് പ്രിപ്പറേഷനിലും അത് ആഡ് ചെയ്യാം, ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ. ഇതിന് ഇത്ര എമൗണ്ട് എന്നൊക്കെ ഉണ്ടല്ലോ അല്ലെ, കൂടി പോവാൻ പാടില്ലല്ലോ. അധികം എമൗണ്ട് വേണ്ട. ഇപ്പൊ നമ്മൾ ഈ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ ഒരു സ്പൂണൊക്കെ ഇട്ടാൽ മതി. അങ്ങനെ കൂടുതൽ മാവിടുന്ന പോലെ അങ്ങനെ കൂടുതൽ ഇടത്തില്ല. ഞാൻ ഫ്ലാക്സ് സീഡ് ആൻഡ് ചിയ സീഡ് യൂസ് ചെയ്യുന്നുണ്ട്, സോക്ക് ചെയ്തിട്ട് കഴിക്കുന്നു. നല്ല, അത് ഒമേഗ 3 ആണല്ലോ അല്ലെ ഫ്ലാക്സ് സീഡ്, യൂസ്ഫുൾ. നമ്മുടെ വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പൊ നമ്മൾ കുറച്ചൊരു 10 ടെക്നിക്കുകളൊക്കെ പറഞ്ഞു. ഇതിൽ നമുക്ക് പറ്റണതൊക്കെ നമുക്ക് എന്തായാലും നമുക്ക് ഏതാണോ ചെയ്തിട്ട് ഒരിത് തോന്നണത് അത് നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഫീഡ്ബാക്കോ അല്ലെങ്കിൽ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. നല്ല സിമ്പിൾ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും ബട്ട് അതിന്റെ സയന്റിഫിക് സംഭവങ്ങൾ അതിന്റെ പുറകിലുള്ളത് പറയുമ്പോഴത്തേന് ഇറ്റ്സ് വെരി ഗുഡ്. വി ഗെറ്റ് മോർ അവയർനെസ് ഓഫ് ഇറ്റ്. വെരി ഗുഡ് ക്ലാസ്. ഇന്നലെ സൂസൻ മാമിനെ കണ്ടില്ലല്ലോ. ആക്ച്വലി ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നല്ലോ, അവിടുന്ന് തിരിച്ച് യാത്രയിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ 200th എപ്പിസോഡ് കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ റെക്കോർഡിംഗ് കാണാനായിട്ട് വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് ലാൻഡ് ചെയ്ത് ആകപ്പാടെ ഒരു ക്ഷീണത്തിലൊക്കെ ഇരിക്കുകയാണ്. എനിവേ ഇന്നോ നാളെ അത് കാണണം. ഇവിടെ എല്ലാരും മിസ്സിംഗ്, എവരിവൺ വാസ് മിസ്സിംഗ് യു. ആണോ? അയ്യോടാ. ഞാന് അവിടെ ആയിരുന്നോണ്ട് എനിക്ക് അവിടുത്തെ സമയം അനുസരിച്ച് ഉച്ചയ്ക്ക് 11:30-ക്കായിരുന്നു. അപ്പൊ അന്നേരം എനിക്ക് ഈസിലി കാണാമായിരുന്നു. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് പിന്നെ കൊച്ചുമക്കളൊക്കെ ഉണ്ടായിരുന്നോണ്ട് എപ്പോഴും കയറാൻ പറ്റത്തില്ല. പക്ഷെ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ കയറുമായിരുന്നു. അപ്പൊ ഇപ്പൊ നാട്ടിൽ വന്നപ്പോഴേ ഐ എം റിയലി ട്രൈങ് ടു ഗെറ്റ് ഇൻ ടു ദിസ്. കുഴപ്പമില്ല, ഐ ഗെറ്റ് അപ്പ് ഏർലി. ദ ഓൺലി തിങ് ഈസ് എന്റെ പ്രെയർ ടൈമുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് റെഗുലർ ആയിട്ട് തന്നെ ഈ മോർണിംഗ് സർക്കിൾ ഐ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് വെരി brings positivity to everybody, and also you get to know a lot about things that even നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലും അതിന്റെ ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വിംബിൾ അക്കാഡമി ചെയ്യുന്ന വലിയൊരു ഈ മോർണിംഗ് സർക്കിൾ നല്ലൊരു സർവീസ് ആണ്. ഇറ്റ് റിയലി ഹെൽപ്സ് a lot of us, and I find it very encouraging. Thank you. സജന മാം പറഞ്ഞ സോഷ്യലൈസിങ്ങിന്റെ ഒരു ചെറിയ ഉണ്ട് ഇവിടെ. സോ നമ്മുടെ വേഗൽ ഒക്കെ ഡെഫിനറ്റ്ലി ചാർജ് ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഈ സോഷ്യലൈസിങ് ത്രൂ എ സ്മോൾ വേ ഓഫ് സോഷ്യലൈസിങ് ത്രൂ വിംബിൾ അക്കാഡമി. നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ഫ്രീ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഐ തിങ്ക് ഇറ്റ് ഇസ് ഗെറ്റിംഗ് ആക്ടിവേറ്റഡ്. ശരിയാണ്. സൂപ്പർ ക്ലാസ് ആയിരുന്നു.
യു. നല്ല പുതിയ അതായത് സയന്റിഫിക് ടേമുകളൊക്കെ അതൊക്കെ ഞാൻ കൊമേഴ്സ് ആയി എനിക്ക് അതൊന്നും അത്ര വലിയ ഐഡിയ ഇല്ലാത്ത ആളാണല്ലോ. അപ്പോഴങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. താങ്ക് യു മാം. സജിന അപ്പൊ എനിക്ക് മാം തോന്നുന്നു പറഞ്ഞോളൂ മാം, പറഞ്ഞോളൂ. സജിന മാം നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഈ പ്രോബയോട്ടിക് ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ വരുമായിരുന്നു, ആ സെയിം ഇത് തന്നെ പറയാൻ വരുമായിരുന്നു കേട്ടോ. അതായത് പണ്ട് ഞാനൊക്കെ കുഞ്ഞായിരുന്നു, അപ്പൊ സ്കൂളിൽ ഈ ഒരു 5th അല്ലെങ്കിൽ അതുവരെയൊക്കെയുള്ള പ്രായത്തിൽ എനിക്ക് കറക്റ്റ് ഓർമ്മയിലുള്ള കാര്യമാണ് കേട്ടോ. അതായത് വീട്ടില് എൻ്റെ അച്ഛനൊക്കെ ഏറ്റവും ഇളയതാ, അപ്പൊ അവിടെ കുറെ മെമ്പേഴ്സ് ഉണ്ട്. രാവിലെ വീട്ടില് കറക്റ്റ് ഫുഡ് എന്ന് പറയുന്നത് എന്നും എന്തായിരിക്കും? പഴഞ്ചോറാണ്. അതായത് അത് റെഗുലർ ഫുഡാ. അപ്പൊ ഈവനിങ്ങില് അതായത് രാത്രി എല്ലാ ജോലിയും കഴിയുമ്പോൾ ആദ്യം തന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മാച്ചമ്മയാണ് അത് റെഡിയാക്കി വെക്കുന്നത്. അതായത് അതൊരു നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യാട്ടോ. അതായത് ഇങ്ങനെ ഉള്ളി ഇട്ട് ഉപ്പൊക്കെ ഇട്ട് ഇത്തിരി കറിവേപ്പിലയൊക്കെ ഇട്ട് ഇങ്ങനെ ആക്കി വെക്കും. എന്നിട്ട് രാവിലെ മീൻകറിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പൊ രാവിലെ എഴുന്നേക്കും, അതിങ്ങനെ ഭയങ്കര നമ്മള് ചമ്മന്തിയൊക്കെ കാണും. എന്നിട്ട് ചിലപ്പോൾ വളരെ റെയർ ആയിട്ടാണ് തൈര് മീൻ ഉള്ളത് കൊണ്ടായിരിക്കും എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു, മീൻകറി ഉള്ളത് കൊണ്ടായിരിക്കും തൈര് ഉപയോഗിക്കാത്തത്. എന്നിട്ട് നമ്മളിങ്ങനെ ഭയങ്കര കാര്യമായിട്ട് കാത്തിരിക്കുമായിരുന്നു രാവിലെ ആയി അത് കഴിക്കാൻ, എന്ന് വെച്ചാൽ അത്ര ടേസ്റ്റിയാണ്. അപ്പൊ ഞാനിങ്ങനെ ഇത് പറയുമ്പോൾ കറക്റ്റ് എനിക്കത് കിട്ടി നന്നായിട്ട്. പക്ഷെ പിന്നെ എപ്പോഴും ഇങ്ങനെ നമ്മൾ വളർന്നു വന്നപ്പോൾ നമ്മൾ തന്നെയാണ് ഇങ്ങനെ ചിന്തിച്ച് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ദോശ സാമ്പാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളും അറിയാതെ അതിലൊക്കെ തന്നെ ദോശ സാമ്പാർ ഇഡലി അതിലേക്കൊക്കെ പോയി. എങ്കിലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഞാനും അങ്ങനെ കൊടുത്തു തുടങ്ങിയിട്ടില്ല. അപ്പൊ എന്തായാലും ഞാൻ ഇന്നോട്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്യും കേട്ടോ. ഇന്ന് മൂത്തയാളും ഒക്കെ വരുന്ന ദിവസം, അപ്പൊ എന്തായാലും ഇന്ന് തൊട്ട് തന്നെ ഒരിത്തിരി വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക കേട്ടോ. അപ്പൊ ഈ പ്രോബയോട്ടിക് ഫുഡ് പറഞ്ഞപ്പോ ഞാനും പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഈ കുട്ടികൾക്കൊക്കെ പഴയ പോലത്തെ ഒരു പ്രതിരോധ ശക്തി കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ തണുത്ത ഫ്രിഡ്ജിൽ നിന്നൊക്കെ കഴിക്കുമെങ്കിലും നമ്മൾ ഈ ചോറൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇനി എങ്ങനെയാണോ എന്നൊക്കെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ചന്ദ്രമാം പറഞ്ഞപ്പോ അത് ശരിക്കും ചന്ദ്രമാം ആ ഒരു ആയുർവേദിക് ബേസ് നിന്നും ഒക്കെ അല്ലേ പറഞ്ഞു. അതുപോലെ സൂസൻ മാം പറഞ്ഞ ആ നമ്മൾ ഫ്ലാക്സ് സീഡ് പൊടിച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞ അതും ഒക്കെ നമ്മളെല്ലാം അമ്മമാരാണല്ലോ കൂടുതലും പേരും. നമുക്കതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം അല്ലെ. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ മാം. ടോപ്പിക്കൊക്കെ ആ 10 പോയിന്റ്സും കറക്റ്റ് ആയിട്ട് നന്നായിട്ട് മനസ്സിലായി. നല്ലതായിരുന്നു കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. സജന മാം, it was very effective class. And എനിക്ക് ചന്ദ്ര മാം ആൻഡ് ബോബി മാമിനോടാണ് ഒരു ദിവസം എന്തായാലും ഡെഫിനറ്റ്ലി ടേക്ക് ദ ക്ലാസ്. മാമിന്റെ നിങ്ങളുടെ രണ്ടുപേരുടെ ക്ലാസ് ഭയങ്കരമായിട്ട് നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളൊക്കെ ഒരു എൻസൈക്ലോപീഡിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വി നീഡ് യുവർ ക്ലാസ്. നമ്മൾ ശരിക്കും ഈ ട്രെയിനിങ് എടുത്ത് കഴിയുമ്പോഴാണോ നമുക്ക് ക്ലാസ് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാ അത്? ട്രെയിനിങ് ആ കോഴ്സ് അറ്റൻഡ് ചെയ്യണമെന്ന് തോന്നുന്നല്ലേ? മോർണിംഗ് സ്റ്റോപ്പിംഗ് വേണ്ടാലോ മാം? ഞാൻ മോർണിംഗ് സർക്കിളിലുള്ള നമ്മുടെ പാർട്ടിസിപ്പൻസിനും ആക്റ്റീവ് ആയിട്ടുള്ളവർക്കൊക്കെ നമ്മൾ ക്ലാസ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ മാം. അങ്ങനെ കുറെ പേര് എടുത്തിട്ടുണ്ട്. അതെ, മാമും ചന്ദ്ര മാം എല്ലാം സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വി ഗെറ്റ് സോ മെനി ഇൻഫർമേഷൻ. അപ്പം സ്കൂളിൽ ഞാനിങ്ങനെ ടോപ്പിക്ക് കിട്ടിയിട്ടല്ലോ ഒരിക്കലും ഇപ്പൊ നമ്മളോട് പെട്ടെന്ന് സ്കൂളിലൊക്കെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ പ്രിപ്പയർഡ് ആവാതെ നമ്മുടെ മനസ്സിൽ നിന്ന് എന്താണോ വരുന്നത് സാധാരണ അങ്ങനെയാണ്. സൂസൻ മാം ആണെങ്കിലും ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. നമ്മളൊക്കെ ഇപ്പോഴത്തെ ആളുകളാണല്ലോ. അപ്പൊ നിങ്ങളുടെ അടുത്തൊന്നും കിട്ടുന്ന ഒരു ചെറിയൊരു ഇതാണെങ്കിലും നമുക്കത് വലുതാണ്. ഇറ്റ്സ് വെരി വാല്യുബിൾ ഫോർ അസ്. അതുപോലെ ഇന്നലെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സജിന മാം. ഇന്നലെ ശരിക്കും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അതായത് ഫവാസ് സാറാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതായത് നമ്മുടെ വീട്ടിലെ സജിന മാം അതിന് മുമ്പ് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും നമ്മുടെ വീട്ടിലെ മുതിർന്ന വ്യക്തികളെ പോലെയുള്ള ഒരു സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫാമിലി ആയിട്ട് നമുക്ക് കുറച്ചു പേരുണ്ട് എന്നുള്ളത് റെഡിയാണ്. എന്നാലും അത് വേറൊരാളിൽ നിന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ചന്ദ്രമാമിനും സൂസൻ മാമിനും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ അത്. ഒത്തിരി ഹാപ്പി ആയിട്ട് ഇന്നലെ ആക്ച്വലി സൂസൻ മാം ഇല്ലാത്തതുകൊണ്ട് ശരിക്കും മിസ്സിംഗ് ഫീൽ. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു മാം ഉണ്ടോ. ഞാനും നോക്കിയായിരുന്നു. ചന്ദ്രമാം പറഞ്ഞത് അത് കറക്റ്റ് തന്നെയായിരുന്നു. നമുക്ക് നന്നായിട്ട് മിസ് ചെയ്തല്ലേ സൂസൻ മാമിനെ. താങ്ക് യു സോ മച്ച്. കേട്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് എനിക്കത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യണമെന്ന് തന്നെ വലിയ ആഗ്രഹമാണ്. സോ ഐ സീ whenever I ഇന്നലെ can. ഒരുപാട് പേര് സൂസൻ മാമിനെ മെൻഷൻ ആക്കി. പറഞ്ഞ പോലെ ചന്ദ്ര മാമിനെയും ബോബി മാമിനും ഒക്കെ ഇന്നലെ ഒരുപാട് മത്സരങ്ങൾ ഉണ്ടായിരുന്നു.
റെക്കോർഡ് കണ്ടാൽ കാണാം. ആ റെക്കോർഡ് ഞാൻ എന്തായാലും ഒന്ന് ഡെഫിനറ്റ്ലി കാണാം. കാണാനിരിക്കുകയാണ്. തീർച്ചയായിട്ടും. നിങ്ങൾ അങ്ങനെ ഒരു വേഴ്സ് പറയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അല്ലേ? അതായത് പുതിയ തലമുറയുടെ കൂടെ നമ്മൾ ഉണ്ട് എന്നുള്ള ഒരു, അതായത് അവര് നമ്മളെ കൺസിഡർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വളരെ അതെ, വലുതായിട്ട്. എനിക്ക് മറ്റേ ആ സിനിമയിലത്തേതാണ് ഓർമ്മ വന്നത്. ആ ദിലീപിന്റെ സിനിമ കണ്ടുള്ളവരുണ്ടോന്ന് അറിയില്ല. ഒരു അല്ല ഇത് മഴത്തുള്ളിക്കിലൊക്കെ മഴത്തുള്ളിക്കിലൊക്കത്തില്ലല്ലേ അമ്മമാരുടെ ഒരു അതെ ഒരു അതെ. ഇത് ആ ഇവരെ സിനിമ ടെക്നിക്കാണ് നമ്മളിൽ നിന്ന് പഠിക്കാനാണ് ഇവര് എന്താണ് പുതിയ ആ തലമുറ ചെയ്യുന്നത് അറിയാനായിട്ട്. അപ്പൊ നമ്മളെ കൂടെ കൂടി ഇരിക്കുന്നത്. നമ്മൾ അവരിന്ന് അല്ല പഠിക്കാൻ അൻസർ സർ, അല്ലെങ്കിൽ ഞങ്ങളെ ഒതുക്കി വെക്കില്ലേ നിങ്ങള്? ഒന്നും അറിയില്ല എന്നുള്ള രീതിയിലേക്ക് പറയില്ല. ഞങ്ങൾ ഒതുക്കില്ല, ഞങ്ങൾ പഠിക്കും, എല്ലാം പഠിക്കും. അതെ അതെ, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. പിടിച്ചു നിൽക്കണ്ടേന്നാണ് ചന്ദ്രാമൻ പറയുന്നത്. അല്ല, അതാണ് അവരുടെ ലക്ഷ്യം. ആ ഒരു എനർജി നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി വളരെ വലുതാട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന എനർജി പോലെ തന്നെ ഞങ്ങൾക്കും തീർച്ചയായിട്ടും വളരെ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. കാരണം പല കാര്യത്തിലും ഇറ്റ്സ് വെരി ഗുഡ്. യങ്സ്റ്റേഴ്സുമായിട്ടും ചെറുപ്പക്കാരുമായിട്ടും നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ഇൻഫർമേഷൻ, നമ്മൾക്കറിയാവുന്ന നോളജ് അങ്ങോട്ട് കൊടുക്കുന്ന പോലെ തന്നെ നമ്മളും പല കാര്യങ്ങളും ഏത് പ്രായത്തിലും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുമല്ലേ. സോ ഇറ്റ്സ് വെരി ഗുഡ് ഇന്ററാക്ടിങ്. ഈ സോഷ്യലൈസേഷൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് വെരി ഗുഡ് ടു ഇന്ററാക്ട് വിത്ത് ചെറുപ്പക്കാരുമായിട്ട്, അല്ലെങ്കിൽ ഈ പ്രായമതി ഇല്ലാത്തവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേനെ യു ഓൾസോ ഫീൽ യങ്. നമ്മൾ ആ പ്രായമായി എന്നുള്ള ഒരു ചിന്തയിൽ നിന്നൊക്കെ അങ്ങ് വിട്ടുപോകും. അങ്ങനെ ചിന്തിക്കത്തേ ഇല്ല. പിന്നെ സജന മാം ഇന്ന് എടുത്ത ടോപ്പിക്കിന് റിയലി വളരെ താങ്ക്ഫുൾ ആണ്. പക്ഷെ ഭയങ്കര കോൺഫിഡൻസും ആണ്. ഇങ്ങനത്തെ ടോപ്പിക്കൊക്കെ എടുക്കണമെന്ന്. അത് ഫസ്റ്റ് പാർട്ട് ഫുള്ളി സയൻസ് ആണ്. സയൻസ് ഒക്കെ പഠിച്ച് കുറെ കാലമായി. പക്ഷെ ആ നെർവ്സും സ്പൈനൽ കോഡും ഇതിനൊക്കെ നമ്മളൊരു ടോപ്പിക് എടുക്കുമ്പോൾ അതിനെ റിലേറ്റ് ചെയ്യണ്ടേ? ആ റിലേറ്റ് ചെയ്ത് പറയുമ്പോ ചിലപ്പോ നമുക്ക് തോന്നും നമുക്ക് അതിന് ഇപ്പൊ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ആ ഫീൽഡ് എക്സ്പേർട്സ് കാണല്ലോ അതിനെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം. ആ ഒരു കോൺഫിഡൻസിനെ നമ്മുടെ സജന മാം ഉണ്ട്. ആൻഡ് വെൽ ഡൺ മാം. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാലേ. അപ്പൊ നെക്സ്റ്റ് അടുത്ത ദിവസം വേറൊരു ടോപ്പിക് ആയിട്ട് അടുത്ത ആള് വരും. താങ്ക് യു. യെസ്, താങ്ക് യു ആൻഡ് ഹാവ് എ ഗുഡ് ഡേ എവരിബഡി. അപ്പോ ഒരു ചെറിയ കാര്യം കൂടി പറയാനുള്ളൂ. നമ്മുടെ സുസൻ മാമും ചന്ദ്ര മാമും ഭൂമി മാമും നിങ്ങൾ എന്നും ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. എന്നും കാണുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ കമന്റ്സ് കേൾക്കാനും ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. ഒരുപാട് ആളുകൾ അതിനെ കാത്തിരിക്കുന്നുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത്രേ പറയാനുള്ളൂ. എന്നും കാണുന്നുള്ള വിശ്വാസത്തോടെ നമ്മളുടെ മോർണിംഗ് സർക്കിളിന്റെ വിളക്കുകളായിട്ട് എല്ലാവരും ഉണ്ടാവണം. Thank you, sir, for your appreciation. Thank you, Father. Thank you for your kind words. Thank you.